ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമ പ്രേമിയാണോ? എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ഏജ് ഓഫ് ടുമോറോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഒപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊടുക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, തീർച്ചയായും കാണുക. ഇനി സിനിമയിലോട്ട് വരാം. 2015-ൽ മിമിക്സ് എന്നറിയപ്പെടുന്ന ഒരു അന്യഗ്രഹ വംശം ജർമ്മനിയിലെത്തി ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി ഭൂഖണ്ഡ യൂറോപ്പിന്റെ ഭൂരിഭാഗവും വേഗത്തിൽ കീഴടക്കി. 2020 ആകുമ്പോഴേക്കും മിമിക്സിനെ നേരിടാൻ മാനവികത ഒരു ആഗോള സൈനിക സഖ്യം യുണൈറ്റഡ് ഡിഫൻസ് ഫോഴ്സ് രൂപീകരിച്ചു. എന്നിരുന്നാലും അടുത്തിടെ നടന്ന വെർഡൂൺ യുദ്ധം വരെ വിജയം അവ്യക്തമായിരുന്നു. അത് പ്രശസ്ത യുദ്ധവീരൻ സർജന്റ് റീത്ത വ്രദസ്കി ഉറപ്പിച്ചു. ബ്രിട്ടനിൽ ഫ്രാൻസിനെതിരായ ഒരു വലിയ അധിനിവേശത്തിനായി UDF സൈന്യത്തെ ശേഖരിക്കുന്നു. മുൻനിരയിൽ നിന്ന് ആക്രമണം റിപ്പോർട്ട് ചെയ്യാൻ ജനറൽ ബ്രിഗാം പബ്ലിക് അഫയേഴ്സ് ഓഫീസർ മേജർ വില്യം കേജിനോട് ഉത്തരവിട്ടു. എന്നാൽ അനുഭവപരിചയമില്ലാത്തവനും ഭീരുവുമായ കേജ് ബ്രിഗാമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഉത്തരവ് പിൻവലിക്കാൻ ശ്രമിക്കുന്നു. ബ്രിഗാം കേജിനെ അറസ്റ്റ് ചെയ്യുകയും പ്രൈവറ്റായി തരംതാഴ്ത്തുകയും ഹീത്രോ വിമാനത്താവളത്തിലെ സൈനിക താവളത്തിലേക്ക് കാലാൾപ്പടയായി അധിനിവേശത്തിൽ ചേരാൻ അയക്കുകയും ചെയ്യുന്നു. മാസ്റ്റർ സർജന്റ് ഫാരലിന്റെയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവരും നിസ്സാരന്മാരുമായ ജെ സ്ക്വാഡിന്റെയും ചുമതല അദ്ദേഹത്തിന് ലഭിക്കുന്നു. അടുത്ത ദിവസം അധിനിവേശ സേന ഒരു ഫ്രഞ്ച് കടൽത്തീരത്ത് ഇറങ്ങുന്നു. പക്ഷേ മിമിക്സ് അവരെ പതിയിരുന്ന് ആക്രമിച്ച് കൂട്ടക്കൊല ചെയ്യുന്നു. കേജ് ഒരു വലിയ ആൽഫ മിമിക്കിനെ കൊല്ലാൻ ഒരു ക്ലേമോർ മൈൻ ഉപയോഗിക്കുന്നു. മിമിക്കിന്റെ രക്തത്തിൽ കുളിച്ച കേജ് തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ മരിക്കുന്നു. കേജ് പെട്ടെന്ന് ഹീത്രോയിൽ ഉണർന്നു കഴിഞ്ഞ പ്രഭാതത്തിലെ ഓർമ്മകൾ വീണ്ടെടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അധിനിവേശത്തിനെതിരെ മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹം പരാജയപ്പെട്ട ശ്രമങ്ങൾ നടത്തുന്നു. കൂടാതെ കടൽത്തീരത്ത് മരിക്കുന്ന നിരവധി ലൂപ്പുകൾ അനുഭവിക്കുന്നു. പക്ഷേ ഹീത്രോയിൽ വീണ്ടും ഉണരുന്നു. ഓരോ ലൂപ്പിലും അവന്റെ പോരാട്ട വൈദഗ്ധ്യവും യുദ്ധക്കളത്തെക്കുറിച്ചുള്ള അറിവും മെച്ചപ്പെടുന്നു. വ്രദസ്കിയുടെ ജീവൻ രക്ഷിക്കാൻ അയാൾ ശ്രമിക്കുന്നു. അങ്ങനെ അവൾക്ക് അവരെ നയിക്കാൻ കഴിയും. പക്ഷേ അവന്റെ വ്യക്തമായ ജ്ഞാനം തിരിച്ചറിഞ്ഞ ശേഷം അവൾ സ്വയം മരിക്കാൻ അനുവദിക്കുന്നു. കേജിനെ തന്റെ അടുത്ത ലൂപ്പിൽ കണ്ടെത്താൻ കേജിനോട് കൽപ്പിക്കുന്നു. ആൽഫയുടെ രക്തവുമായി സമ്പർക്കം പുലർത്തിയതിനുശേഷം അവൾക്ക് അതേ ശക്തി ലഭിച്ചതിനാൽ കേജ് വേഗത്തിൽ പുനഃസജ്ജീകരണത്തെക്കുറിച്ച് വ്രദസ്കിയെ ബോധ്യപ്പെടുത്തുന്നു. തുടക്കത്തിൽ അനുഭവപരിചയമില്ലാത്ത പട്ടാളക്കാരിയായ അവളെ വെർഡൂണിൽ വിജയിക്കാൻ അവളുടെ ലൂപ്പുകൾ പ്രാപ്തയാക്കി. പക്ഷേ പിന്നീട് നടത്തിയ രക്തപ്പകർച്ച ആ ശക്തി ഇല്ലാതാക്കി. വ്രദസ്കി കേജിനെ മിമിക് വിദഗ്ധനായ ഡോക്ടർ കാർട്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ജീവികൾ ഒരൊറ്റ ഭീമാകാരമായ ഒമേഗ മിമിക് നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ ഓർഗാനിസമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ആൽഫ മിമിക്സ് കൊല്ലപ്പെടുമ്പോഴെല്ലാം ഒമേഗ ഒരു ലൂപ്പ് പുനരാരംഭിക്കുകയും മിമിക്സ് വിജയിക്കുന്നതുവരെ അതിന്റെ തന്ത്രങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നു. വെർഡൂണിലെ UDF വിജയം മിമിക്സിനെ അവരുടെ പുതിയ മെക്ക് സ്യൂട്ടുകളിൽ അമിത ആത്മവിശ്വാസത്തിലാക്കുകയും യൂറോപ്പ് തിരിച്ചുപിടിക്കുന്നതിൽ അവരുടെ സൈന്യത്തെ അമിതമായി സ്വാധീനിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്ന് വ്രദസ്കി മനസ്സിലാക്കുന്നു. ഇത് മിമിക്സിന് മിക്ക പ്രതിരോധങ്ങളെയും ഇല്ലാതാക്കാൻ അനുവദിച്ചു. ഒമേഗയിൽ എത്താൻ വേണ്ടി കേജ് വ്രദസ്കിയുമായി നിരവധി ലൂപ്പുകൾ പരിശീലിപ്പിക്കുന്നു. പക്ഷേ അയാൾ അവളെ പരിപാലിക്കാൻ തുടങ്ങുന്നു. അവൾ ആവർത്തിച്ച് മരിക്കുന്നത് കണ്ടതിനുശേഷം അയാൾ ബുദ്ധിമുട്ടുന്നു. ഒരു ജർമ്മൻ അണക്കെട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒമേഗയുടെ ഒരു ദർശനം അയാൾക്ക് അനുഭവപ്പെടുന്നു. അവനും വ്രദസ്കിയും അത് അന്വേഷിക്കുന്നു. യാത്രക്കിടെ ജോഡികൾ തമ്മിൽ അടുക്കുന്നു. പക്ഷേ വ്രദസ്കി അകലെയായി തുടരുന്നു. വെർഡൂണിൽ നൂറുകണക്കിന് തവണ മരിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. ഒമേഗയെ സമീപിക്കുന്ന ആദ്യ ലൂപ്പല്ല ഇതെന്ന് അവൾ ഒടുവിൽ നിർണയിക്കുന്നു. ഡാമിൽ എത്തുന്നതിനു മുമ്പ് അവൾ എപ്പോഴും മരിക്കുന്നുണ്ടെന്ന് കേജ് വെളിപ്പെടുത്തുന്നു. അവന്റെ പ്രവൃത്തികൾ പരിഗണിക്കാതെ ഒമേഗയെ കൊല്ലാനും അവൾ മരിച്ചാൽ ലൂപ്പുകൾ അവസാനിപ്പിക്കാനും അയാൾ തയ്യാറല്ല. അസ്വസ്ഥനായ വ്രദസ്കി പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു മിമിക് അവനെ കൊല്ലുന്നു. നിരാശയോടെ അടുത്ത ലൂപ്പിൽ കേജ് ഒറ്റയ്ക്ക് അണക്കെട്ടിലേക്ക് പോകുന്നു. ആ ദർശനം ഒരു കെണിയായിരുന്നുവെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഒരു ആൽഫ അവനെ പതിയിരുന്ന് ആക്രമിക്കുന്നു. പക്ഷേ കേജ് തന്റെ ശക്തി ഇല്ലാതാക്കുന്നതിന് മുമ്പ് മുങ്ങിമരിക്കുന്നു. ഒമേഗയെ കണ്ടെത്തുന്നതിനായി കേജും വ്രദസ്കിയും ജനറൽ ബ്രിഗാമിന്റെ ഓഫീസിലേക്ക് നുഴഞ്ഞുകയറി കാർട്ടർ രൂപകൽപ്പന ചെയ്ത ഒരു പ്രോട്ടോടൈപ്പ് ട്രാൻസ്പോണ്ടർ കൈമാറാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. പാരീസിലെ ലൂവ്രെ പിരമിഡിന് താഴെയുള്ള ഒമേഗ കണ്ടെത്താൻ ഇത് ഉപയോഗിച്ച ശേഷം രക്ഷപ്പെടുന്നതിനിടെ കേജ് ബോധരഹിതനാകുകയും പരിക്കുകൾക്ക് രക്തപ്പകർച്ച നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു.
വ്രതസ്കിയെ മോചിപ്പിക്കുന്നു. ജെ സ്ക്വാഡിനെക്കുറിച്ചുള്ള തന്റെ വിശദമായ അറിവ് ഉപയോഗിച്ച് ഒമേഗയെ നശിപ്പിക്കാൻ അവരെ ബോധ്യപ്പെടുത്തുന്നു. അവർ പാരീസിലേക്ക് പറക്കുന്നു. അവിടെ കേജും വ്രതസ്കിയും ലൂവ്രയിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സ്ക്വാഡ് അംഗങ്ങൾ സ്വയം ത്യാഗം ചെയ്യുന്നു. ഒരു ആൽഫയുടെ വലയത്തിൽപ്പെട്ട വ്രതസ്കിക്ക് തന്നെ അറിയാൻ കൂടുതൽ സമയമില്ലെന്ന് വിലപിക്കുന്നു. ആൽഫ വ്രതസ്കിയെ കൊല്ലുകയും കേജിനെ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒമേഗയെ നശിപ്പിക്കുകയും അതിന്റെ രക്തത്തിൽ കുളിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി ഗ്രനേഡുകൾ അദ്ദേഹം ഉപേക്ഷിക്കുന്നു. ജനറൽ ബ്രിഗാമുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് കേജ് ഉണർന്ന് പാരീസിലെ ഒരു നിഗൂഢമായ ഊർജ്ജ കുതിച്ചുചാട്ടത്തെ തുടർന്ന് എല്ലാ മിമിക്സും മരിച്ചുവെന്ന വാർത്താ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കേജ് ഹീത്രോയിലേക്ക് മടങ്ങുകയും വ്രതസ്കിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. അവന്റെ വ്യക്തിത്വം മറന്നുകൊണ്ട് അവൾ അവന് എന്താണ് വേണ്ടതെന്ന് അന്വേഷിക്കുന്നു. കേജ് ചിരിക്കുന്നു. ഹിരോഷി സകുറസാക്കയുടെ ഓൾ യു നീഡ് ഈസ് എ കിൽ എന്ന ജാപ്പനീസ് ലൈറ്റ് നോവലിനെ അടിസ്ഥാനമാക്കി ഡഗ് ലിമാൻ സംവിധാനം ചെയ്ത് ക്രിസ്റ്റഫർ മക്വാരിയും ജെസ് ജോൺ ഹെൻറി ബട്ടർവർത്ത് എന്നിവരുടെ രചന സംഘവും ചേർന്ന് എഴുതിയ 2014 ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് എഡ്ജ് ഓഫ് ടുമാറോ. ടോം ക്രൂസും എമിലി ബ്ലണ്ടും അഭിനയിക്കുന്ന ഈ ചിത്രം യൂറോപ്പിന്റെ ഭൂരിഭാഗവും ഒരു അന്യഗ്രഹ വംശം കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാവിയിലാണ് നടക്കുന്നത്. യുദ്ധപരിചയമില്ലാത്ത പബ്ലിക് റിലേഷൻസ് ഓഫീസറായ മേജർ വില്യം കേജിനെ മേലുദ്യോഗസ്ഥർ അന്യഗ്രഹജീവികൾക്കെതിരായ ഒരു ലാൻഡിംഗ് ഓപ്പറേഷനിൽ ചേരാൻ നിർബന്ധിക്കുന്നു. പക്ഷേ ആക്രമണകാരികളെ പരാജയപ്പെടുത്താനുള്ള ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സമയ ലൂപ്പ് അനുഭവിക്കുന്നതായി കണ്ടെത്തുന്നു. ബിൽ പാക്സ്റ്റൺ, ബ്രണ്ടൻ ഗ്ലീസൺ എന്നിവരും സഹകഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. 2009 അവസാനത്തോടെ 3 ആർട്സ് എന്റർടൈൻമെന്റ് ഓൾ യു നീഡ് ഈസ് കില്ലിന്റെ അവകാശങ്ങൾ വാങ്ങുകയും സ്പെക് സ്ക്രിപ്റ്റ് വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സിന് വിൽക്കുകയും ചെയ്തു. 3 ആർട്സ് നോവലിന്റെ പ്രസാധകരായ വിസ് മീഡിയ, ഓസ്ട്രേലിയൻ നിർമ്മാണ കമ്പനിയായ വില്ലേജ് റോഡ് ഷോ എന്നിവയുടെ പങ്കാളിത്തത്തോടെ സ്റ്റുഡിയോ എഡ്ജ് ഓഫ് ടുമാറോ നിർമ്മിച്ചു. 2012 അവസാനത്തോടെ ഇംഗ്ലണ്ടിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. ലണ്ടന് പുറത്തുള്ള ലീവ്സ്ഡനിലെ വാർണർ ബ്രദേഴ്സ് സ്റ്റുഡിയോയിലും ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയർ, തീരദേശ സൗണ്ട് ആൻഡ് സാൻഡ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലും. ആകെ 9 കമ്പനികളാണ് വിഷ്വൽ ഇഫക്റ്റുകൾ കൈകാര്യം ചെയ്തത്. എഡ്ജ് ഓഫ് ടുമാറോ 2014 മെയ് 30 തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലും 2014 ജൂൺ 6 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ബോക്സ് ഓഫീസിൽ മോശം പ്രകടനം കാഴ്ചവച്ചെങ്കിലും നിരൂപകരിൽ നിന്ന് നല്ല അവലോകനങ്ങൾ ലഭിച്ചു. അവർ കഥാതന്തു, സംവിധാനം, ആക്ഷൻ സീക്വൻസുകൾ, പ്രകടനങ്ങൾ എന്നിവയെ പ്രശംസിച്ചു. ലോകമെമ്പാടും അതിന്റെ തിയേറ്ററുകളിൽ $370 മില്യണിലധികം വരുമാനം നേടി. അതിനുശേഷം 2010കളിലെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതുപോലെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.